ആരാടാ എൻ്റെ വാതിൻ്റെ മുമ്പിൽ ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ടുവച്ചത്? ഓ മനുഷ്യനാ? യെസ്, വാട്ട് യു വാണ്ട്? കൈറ 1812 79 ക്രൗൺ സ്ട്രീറ്റ് കറക്റ്റ്? അഡ്രസ് എല്ലാം കറക്റ്റ് തന്നെ. പക്ഷേ നീ അന്വേഷിച്ചു വന്ന പെണ്ണ് ഇവിടെയില്ല, പൊയ്ക്കോ. നിങ്ങൾ മലയാളിയാണോ? പിന്നെ എന്നെ കണ്ടിട്ട് ബ്രാഡ് പിറ്റ് എന്ന് തോന്നിയാ നിനക്ക്? കട്ട ലോക്കലാ, മട്ടാഞ്ചേരി 5 മുക്ക്. എന്താ കാര്യം? അത് ഈ അഡ്രസ്സാണ് തന്നത്. അതിന് അങ്ങോട്ട് നോക്കുന്നതിനാ? അത് കളവി. അങ്ങളെ കഥ പറഞ്ഞോ. അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? നീ അന്വേഷിച്ചു വന്ന പെണ്ണ് എന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. ഇതിനു മുമ്പ് 4 പേര് അവളെ അന്വേഷിച്ച് വന്നിരുന്നു. അതിനുശേഷം അവർ 4 പേരും മരിച്ചു പോയെന്നാണ് അറിഞ്ഞത്. നിന്നെ കണ്ടിട്ട് ഒരു പാവമാണെന്ന് തോന്നുന്നു. ജീവന് കൊതിയുണ്ടെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോ. ഈ ഹൈറ്റ് അനുസരിച്ച് 2 കാലം വെച്ചാൽ ഇന്ത്യയിലെത്തും. മലയാളി എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളി മറ്റൊരു മലയാളി ഹെൽപ്പ് ചെയ്യില്ലേ എന്ന് പറഞ്ഞ് ഉള്ള ജോലി കളഞ്ഞാൽ പെണ്ണിനെ അന്വേഷിച്ച് ഇറങ്ങാൻ പറ്റൂ? പോണ വഴിക്ക് ഒരു കപ്പ് കാപ്പി വാങ്ങിച്ചു തരാം. അതിന്റെ പൈസയും കൊടുത്തിട്ട് പോയിക്കോ. ബാ പെട്ടെന്ന് ഇറങ്ങും. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് സുഭാഷ്. അറിയാം, ഇന്ത്യൻ ആർമിയിൽ കേണലാണ്. 2013 ബാച്ച്, ഊട്ടി റെജിമെന്റ്. നിന്റെ ഫോൺ നമ്പർ 9441311157. ഡെറാഡൂൺ കാനറ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്. സ്വന്തം സ്ഥലം പാല, നിങ്ങളുടെ അച്ഛൻ CM ആണ്. ഇത്രയും ഡീറ്റെയിൽസ് മതി? അതിന് വേറെ എന്തെങ്കിലും വേണോ? ഇതെങ്ങനെ? ഏയ്, എല്ലാ കാര്യങ്ങളും ചികഞ്ഞെടുക്കുന്നതാണ് എൻ്റെ ജോലി. ഐ ആം എ പ്രൊഫഷണൽ ഹാക്കർ. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അതെന്താ? എന്നെ കണ്ട ഹാക്കറാണെന്ന് പറയില്ലേ? റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ പോലെ തോന്നുന്നത്. ഈ സ്വഭാവം കാരണമാണ് ഞാൻ ഒരു മലയാളി അടുപ്പിക്കാത്തത്. എന്റെ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ചില്ലേ? അത് കോളിംഗ് ബെല്ലല്ല, ഫിംഗർ പ്രിന്റ് സ്കാനർ. നിന്റെ വിരലടയാളം വെച്ച് നിന്നെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. ഇപ്പൊ മനസ്സിലായോ? ഇത്രയും ചെയ്തില്ലേ? എങ്ങനെയെങ്കിലും ഹാക്ക് ചെയ്ത് അവളുടെ വേറെ ബോർഡ്സ് ഒന്ന് കണ്ടുപിടിച്ചൂടെ? ഇതെന്താ രണ്ട് ഇഡലി പാക്ക് ചെയ്യുന്ന കാര്യം പോലെ പറയുന്നത്? കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കണ്ടുപിടിക്കണമെങ്കിൽ ഡേറ്റ തന്നെ വേണം. അതായത് ഇൻഫർമേഷൻ. മനസ്സിലായോ? അടുത്ത ഇന്ത്യ ഫ്ലൈറ്റ് 6 മണിക്ക് പോവല്ലേ? നിങ്ങളുടെ ഫ്ലാറ്റിന് എതിർവശത്ത് ഒരു അപ്പൂപ്പനെ അമ്മൂമ്മയും കണ്ടായിരുന്നല്ലോ. അവരെ എന്റെ ഫ്ലാറ്റിന്റെ ഓണർ. അവർക്കെന്താ ഇത് കാര്യം? അവരുടെ ഫോൺ നമ്പർ വേണം. അവർക്ക് ഇതുമായിട്ട് എന്താ ബന്ധം? നിങ്ങളുടെ വീട്ടിലെ കോളിംഗ് ബെൽ അടിച്ചപ്പോ നിങ്ങൾക്ക് മുന്നേ കഥവ് തുറന്നത് അവരാ. അയ്യേ, വയസ്സായവരല്ലേ. നാട്ടിലാണെങ്കിൽ സീരിയലും കണ്ടോണ്ടിരിക്കും. ഇവിടുത്തെ ആളുകളൊക്കെ പുറത്തെന്താ സംഭവിക്കുന്നത് നോക്കി അലർട്ടായിരിക്കും. ആ പെണ്ണിന്റെ കഴുത്തിലുണ്ടായിരുന്ന ടാറ്റു ആ വീട്ടിലെ ചുവരിലുണ്ടായിരുന്നു. കൈറ അന്വേഷിച്ചു വന്നവരുടെ കൊലപാതകത്തില് ഇവർക്കും കാര്യമായ പങ്കുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതിന് ഞാനെന്താ? അവരുടെ ഫോൺ നമ്പറിൽ നിന്ന് ലാസ്റ്റ് ഹാഫ് ആൻ അവറിൽ പോയ കോൾസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. അത് ഈസിയാണ്, പക്ഷെ എമൗണ്ട് കുറച്ചാവും. എന്താ നോക്കുന്നത്? ക്യാഷ് വന്നാൽ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാം, ഇല്ലെങ്കിൽ വിട്ടേരെ. തരാം, ഡു ഇറ്റ്. ഡാനിയ മിലിറ്ററി അവസാന 6 മണിക്കൂറിലെ ഒരേ ഒരു ഔട്ട് ഗോയിങ്ങാ പോയത്. ആ നമ്പർ നിനക്ക് അയച്ചിട്ടുണ്ട്. ആരും എന്റെ അക്കൗണ്ടിൽ നിന്ന് 50,000 രൂപ എടുത്ത മെസ്സേജാ വന്നത്. അത് വേറെ ആരുമില്ല, ഞാൻ തന്നെ. എന്താ നിന്റെ അക്കൗണ്ടിൽ നിന്ന് ആക്ഷൻ കിങ് അർജുൻ തന്നെ പണം കൊടുക്കണോ? എന്റെ ഫീസ് അഡ്വാൻസ് ആയിട്ട് ഞാൻ തന്നെ എടുത്തതാ. ആ പെണ്ണിന്റെ നമ്പർ നിനക്ക് അയച്ചിട്ടുണ്ട്, നോക്ക്. അവളെ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വരുന്നു. ഹലോ, ഫോൺ നിന്റെ അടുത്ത് നിൽക്കുന്നവന്റെ കൂടെ. എന്താ എന്നോട് സംസാരിക്കില്ലേ? നിന്നെ വേണമെന്ന് പറയുന്നത്, നീ സംസാരിക്കും. ഹലോ കേര. എന്താ കാമുകിയെ കൊന്നതിന് പകരം ചോദിക്കാൻ ലണ്ടൻ വരെ വന്നോ നീ? പൊളിറ്റിക്കൽ പവർ, പോലീസ് പവർ എല്ലാം ഉണ്ടായിട്ടും നിന്റെ നാട്ടിൽ വന്ന് ഞാൻ എന്റെ ജോലി പൂർത്തിയാക്കി. ഇത് എന്റെ നാടാ. ഇവിടെ നിന്നെ തീർക്കാൻ എനിക്ക് എത്ര നേരം വേണം? ഹീറോയിസം കാണിക്കാതെ പോവാൻ നോക്ക്. ദീപക് മേത്ത എവിടെ? ദീപക് നിന്നെ ദ്രോഹിച്ചവനായിരിക്കും എന്ന് കരുതി ഞാനത് അവനോട് ചെയ്യില്ല. നിന്റെ നമ്പർ കണ്ടുപിടിച്ച് എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ എത്ര നേരം വേണം? യു മീൻ കോൾ ട്രാക്കിംഗ്, ഇഡിയറ്റ്. ഈ സിം കാർഡ് ഓടിച്ചു കളഞ്ഞ നീ പിന്നെ എന്തു ചെയ്യും? 10 വർഷം ഈ ലണ്ടനിലെ എല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞാലും എന്നെ കണ്ടുപിടിക്കാൻ നിനക്ക് പറ്റില്ല. എന്നെ ഭയന്ന് നിനക്ക് സിം കാർഡ് നശിപ്പിച്ച് രക്ഷപ്പെടാം. എനിക്ക് ഭയമില്ല. 9444131157 എന്റെ നമ്പർ. നാളെ രാവിലെ ട്രഫൽഗാർ സ്ക്വയറിൽ റെഡ് കളർ ടീഷർട്ട് ഇട്ട് നിന്നെയും കാത്തിരിക്കും. എനിക്ക് വിൽ പവർ അല്ലാതെ വേറെ ഒരു പവറും ഇല്ല. ഇത് നിന്റെ നാടെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞല്ലോ. ധൈര്യം ഉണ്ടെങ്കിൽ വാ, കാണാം. എന്താ അവള് പറഞ്ഞേ? എന്നോടൊപ്പം എന്റെ കൂടെ നിൽക്കുന്നവനെയും കൊല്ലുമെന്ന് പറഞ്ഞു. ഡേയ്, ഞാനല്ലേ നിന്റെ കൂടെ നിൽക്കുന്നത്? ഒരമ്മച്ചിയുടെ നമ്പർ ഹാക്ക് ചെയ്തെടുത്തതിന് അവൾ എന്നെ കൊല്ലുവോ? നീ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ശരി, എന്നെ രക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. മനസ്സിലായോ? അതിന് ഒരു വഴിയേ ഉള്ളൂ. അതേത് വഴി?